മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തന്റെ ഏഴയലത്ത് പോലുമില്ലെന്ന് മുൻമന്ത്രി കെ ശൈലജ. വനിതാ മുഖ്യമന്ത്രി വേണം എന്ന വാദത്തിൽ കഴമ്പില്ല. സ്ത്രീയായാലും പുരുഷനായാലും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നവർ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തണം. രണ്ടാം പിണറായി സർക്കാരിൽ തന്നെ ആരും തഴഞ്ഞിട്ടില്ല. താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്നും കെ ശൈലജ 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ പറയുകയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു വനിതാ പ്രതിനിധിയാണ്, ജനപ്രതിനിധിയാണ് ശ്രീമതി കെ ശൈലജ എന്ന് പറയുമ്പോൾ എന്തിന് താങ്കൾ അതിന് തടസ്സം നിൽക്കണം, എന്തിന് പ്രതിബന്ധം തീർക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തീരുമാനമല്ല അത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ നാലായിരത്തി ഞാൻ ചിന്തിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോവുകയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ മന്ത്രിയാക്കാനൊക്കെ സാധിക്കുമോ? അങ്ങനെയല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ ശൈലജ ടീച്ചർ ഇല്ല. അങ്ങനെ അതിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ മട്ടന്നൂരിൽ നവകേരള സദസ്സ് വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദിവസവും ആളുകളെ കാണുന്ന അധ്യക്ഷയ്ക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു. അതൊരു അവഹേളന സ്വഭാവമുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ പ്രബലനായൊരു നേതാവാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ താഴെ വളർന്നു വന്നിട്ടുള്ളവരാ. അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ അല്ലേ, ഒരാളിൻ്റെ ഗുഡ് ലിസ്റ്റും ബാഡ് ലിസ്റ്റൊന്നും ഇല്ല പാർട്ടിക്കകത്ത്. പക്ഷേ എന്നാലും ഒരു ശൈലജ ടീച്ചർ വളരെ ശരിയല്ല, അത്ര പ്രവർത്തിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു, അത് ഏത് ഘടകത്തിലായാലും നിർവഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല, പിന്നെ പറയാൻ ഉപോത്ബലകമായി രണ്ടാമത് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം പറയാമല്ലോ. അതിനതൊന്നുമല്ല കാരണം. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെ സ്പീക്കിംഗ് ആണ്. കാരണം ശൈലജ ടീച്ചറെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതാണ് നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത്. അത് ശൈലജ ടീച്ചറുടെ അടുത്ത് പോലും ചിലവാവില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താ മുഖ്യമന്ത്രിക്ക് എന്നോടുള്ള മനോഭാവം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൽക്കാലം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ കെ ശൈലജ പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും വ്യക്തമാക്കി. MTയുടെയും M മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM ഉൾക്കൊള്ളുമെന്നും ശൈലജ 24-നോട് പറഞ്ഞു. MT വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, താങ്കൾക്കറിയാം. തൊട്ടു പിന്നാലെ M മുകുന്ദൻ പറയുന്നു സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ഒഴിയേണ്ട സമയത്ത് സിംഹാസനങ്ങൾ ഒഴിയണം ഈ ജനായത്ത ഭരണ സംവിധാനത്തിൽ നിന്ന്. അപ്പോൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി എന്ന പോലെ തന്നെ കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണശൈലിയെയും ഇത്തരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, EMSനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതാണ് കെ ശൈലജയുമായുള്ള അഭിമുഖത്തിന്റെ വിശദാംശങ്ങളുമായി KR ഗോപികൃഷ്ണൻ ചേരുന്നു തത്സമയം. ഗോപികൃഷ്ണൻ, ഈ വനിതാ മുഖ്യമന്ത്രി അതിൻ്റെ സാധ്യത, അത്തരമൊരു ചർച്ച ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉയരുന്നത്? അതേപ്പറ്റിയുള്ള ശൈലജയുടെ പ്രതികരണം എന്തായിരുന്നു? വേണു ബാലകൃഷ്ണൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം KLF വേദിയിൽ സംസാരിക്കുമ്പോഴാണ് മുൻ ആരോഗ്യമന്ത്രി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുന്നതിൽ തടസ്സമൊന്നുമില്ല എന്നും പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാറേണ്ട സാഹചര്യമില്ല എന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രതികരിച്ചത്. അതിനുശേഷം വനിതാ മുഖ്യമന്ത്രി ആവാൻ കേരളത്തിൽ കെ ശൈലജ തയ്യാറെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ പോലെ ഒരാൾ അത്തരമൊരു പദവിയിൽ എത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ വിവിധ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ 87-ൽ KR ഗൗരിയമ്മയും അതിനുശേഷം 96-ൽ സുശീല ഗോപാലനുമൊക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്നൊക്കെയുള്ള വലിയ അഭ്യൂഹങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഇടപെട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചരിത്രപരമായ അത്തരമൊരു തീരുമാനത്തിന് തടസ്സം നിന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടി നേരിട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ വിഷയം ഉയർന്നു വന്നതും കെ ശൈലജയോട് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചതും. അതിന് ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി മുഖ്യമന്ത്രിയാകണം എന്നത് തൻ്റെ സ്വപ്നത്തിൻ്റെ നാലയലത്ത് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. താൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും വനിതാ പ്രതിനിധികൾ അല്ലെങ്കിൽ കഴിവുള്ള വനിതകൾ അവർക്ക് അവസരമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർക്ക് കടന്നു വരാൻ
ഒരു തരത്തിലുള്ള തടസ്സവും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇല്ല എന്നാണ് ശൈലജ ടീച്ചർ വ്യക്തമാക്കിയത്. നമുക്കറിയാം വേണു ബാലകൃഷ്ണൻ ഇതിനു മുൻപ് ശൈലജ ടീച്ചർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അത് ഒരു അവഗണനയാണെന്നും ശൈലജ ടീച്ചറെ പാർട്ടി തഴഞ്ഞതാണ് എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അതിൽ അധികാരത്തിലെത്താൻ കഴിയാതെ പോയ ഏക കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ശൈലജ ടീച്ചർ. ഇതൊക്കെ പാർട്ടിക്കും പിണറായി വിജയനും ശൈലജ ടീച്ചറോടുള്ള മനോഭാവത്തിന്റെ കൂടി ലക്ഷണമല്ലേ എന്നാണ് ഞാൻ ശൈലജ ടീച്ചറോട് ചോദിച്ചത്. അപ്പോഴാണ് ശൈലജ ടീച്ചർ പറഞ്ഞത് പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ എല്ലാ കാലത്തും താൻ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും തന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ എല്ലാ കാലത്തും താൻ ഉണ്ടായിട്ടുണ്ട്, മറിച്ചുള്ള പ്രചാരണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു ആഗ്രഹം തന്റെ മനസ്സിലില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത്. സ്ത്രീയാണോ പുരുഷനാണോ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ടത് എന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് മുഖ്യമന്ത്രിയാകണം എന്ന നിലയിലല്ല അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. കഴിവുള്ള ആളുകൾ, അതിൽ സ്ത്രീകളായതുകൊണ്ട് അവർ തഴയപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായമാണ് താൻ പറഞ്ഞത്. കഴിവുള്ളവരാണെങ്കിൽ സ്ത്രീയാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രി പദവി അവർക്ക് നിഷേധിക്കപ്പെടരുത് എന്ന സാഹചര്യത്തെക്കുറിച്ചാണ് താൻ വിശദീകരിച്ചത്. മറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും എവിടെയും ഇല്ല. താൻ അത്തരം വലിയ പദവികൾ ആഗ്രഹിക്കുന്നില്ല. ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി മോഹം തനിക്കില്ല എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു കെ ശൈലജ ഈ അഭിമുഖത്തിൽ. വീണു ഗോപി, രണ്ടാമത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഗോപി ചോദിക്കുകയുണ്ടായല്ലോ. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ സജീവമല്ല ശൈലജ, ഒരു ലാവണം മാറുന്നു എന്ന സൂചന നൽകുന്നുണ്ടോ ടീച്ചർ? വേണു, അതിന് കൃത്യമായ ഒരു മറുപടി ശൈലജ ടീച്ചർ ഈ അഭിമുഖത്തിൽ നൽകുന്നില്ല. ഞാൻ ചോദിച്ചത് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ശൈലജ ടീച്ചർ. എല്ലാ കാലത്തും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാ വേദികളിലും അതിനുവേണ്ടി വാദിക്കുന്നയാളാണ് ശൈലജ ടീച്ചർ. കണ്ണൂർ പോലെ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ CPM-നെ സംബന്ധിച്ച ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുക ശൈലജ ടീച്ചറെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോഴല്ലേ എന്നാണ് ഞാൻ കെ ശൈലജയോട് ചോദിച്ചത്. അതിന് ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടിയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ പാർട്ടി ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. താനും അത്തരത്തിൽ മാനസികമായി ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. താൻ പറഞ്ഞത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കേണ്ടതെന്നാണ്. കണ്ണൂരിലെ വിജയസാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ, ഞാൻ പാർട്ടിക്കകത്താണ് അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത്, പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് താൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. പക്ഷെ അപ്പോഴും തൻ്റെ മനസ്സിലുള്ളത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ, അതാണ് എൻ്റെ തീരുമാനമെങ്കിൽ ആ കാര്യം ഞാൻ പാർട്ടിയെ അറിയിക്കും എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. ഒരുപക്ഷെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു അവസരം ശൈലജ ടീച്ചർക്ക് ഉണ്ടായാലും ഒരുപക്ഷെ ശൈലജ ടീച്ചർ അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. തൻ്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പാർട്ടിയോട് പറയും എന്ന് മാത്രമാണ് ശൈലജ ടീച്ചർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി ഈ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് വേണു ബാലകൃഷ്ണൻ ശൈലജ ടീച്ചർ പറയുന്നത്. അതേസമയം തന്നെ തൻ്റെ മനസ്സിന് ഇഷ്ടമല്ല, എനിക്ക് ആവശ്യമില്ല, എൻ്റെ മനസ്സ് അത് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ആ കാര്യവും ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും എന്ന് ശൈലജ ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട്. വേണു ബാലകൃഷ്ണൻ, ശരി. മുഖ്യമന്ത്രി മോഹം മനസ്സിന്റെ നാലയലത്ത് പോലുമില്ല, പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ താനുണ്ട്. നയം വ്യക്തമാക്കുകയാണ് കെ ശൈലജ KR ഗോപികൃഷ്ണനുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ. വിശദാംശങ്ങളാണ് ഗോപികൃഷ്ണൻ നൽകിയത്.